ये पीएम श्री स्कूल दूसरे स्कूलों के लिए आदर्श बनेंगे। इससे राज्य की पूरी शिक्षा व्यवस्था का स्तर ऊपर उठेगा। आने वाले 15-20 साल उन बच्चों के हाथ में भारत होने वाला है, उनको मैं कैसे तैयार कर रहा हूं, ये हमारा बहुत बड़ा दायित्व है दोस्तों। और इसी तर्ज पर हमारे सभी शिक्षण संस्थानों को भी खुद से पूछने की जरूरत है कि क्या हम फ्यूचर रेडी हैं। കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പ്രാദേശിക ഭരണകൂടങ്ങളുടെയും കീഴിലുള്ള 14,500-ലധികം സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളായി ഉയർത്താൻ ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ പദ്ധതി 2022-23 മുതൽ 2026-27 വരെയുള്ള 5 വർഷ കാലയളവിലേക്ക് 27,360 കോടി രൂപ മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു സെൻട്രൽ സ്പോൺസേഡ് പദ്ധതിയാണ്. ഈ ആകെ ചെലവിൽ 18,128 കോടി രൂപ കേന്ദ്രവിഹിതവും ബാക്കി തുക സംസ്ഥാനങ്ങളുടെ വിഹിതവുമാണ്. സാധാരണ സംസ്ഥാനങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ 60-40 അനുപാതത്തിലും വടക്ക് കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ 90-10 അനുപാതത്തിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 100% കേന്ദ്ര ഫണ്ടിലുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്ന മാതൃകാ വിദ്യാലയങ്ങളായി ഇവയെ മാറ്റുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ച, ആധുനിക സാങ്കേതിക വിദ്യ, സ്മാർട്ട് ക്ലാസ് റൂംസ്, ഡിജിറ്റൽ ലാബുകൾ, ഗ്രീൻ സ്കൂൾ ആശയങ്ങൾ, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്നിവ ഈ സ്കൂളുകളിൽ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു. ഇന്ത്യയിലെ 30ഓളം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഘട്ടങ്ങളായി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പദ്ധതി തുടക്കം മുതലേ പൂർണ്ണമായി സ്വാഗതം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തു. സ്വന്തമായി മാതൃകാ സ്കൂൾ പദ്ധതികൾ ഉള്ളതിനാലും NEP അടിച്ചേൽപ്പിക്കലിൽ പ്രതിഷേധിച്ചും ഡൽഹി, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ ആദ്യം പദ്ധതിയെ എതിർത്തു. എന്നാൽ PM ശ്രീയിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ സർവശിക്ഷാ അഭിയാൻ വഴിയുള്ള ഫണ്ടുകൾ തടഞ്ഞുവെക്കുമെന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിലപാടിനെ തുടർന്ന് ഡൽഹിയും പഞ്ചാബും പശ്ചിമ ബംഗാളും പിന്നീട് കരാറിൽ ഒപ്പുവെക്കാൻ നിർബന്ധിതരായി. തമിഴ്നാട് സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ നയം വഴി ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ കവരുന്നുവെന്നും ചൂണ്ടിക്കാട്ടി ഇന്നും പദ്ധതിയിൽ ഒപ്പുവെക്കാതെ ശക്തമായി മാറി നിൽക്കുന്നു. കേരളം ആദ്യം NEP അജണ്ടകളെ എതിർത്ത് കേന്ദ്രത്തിന് കത്തെഴുതുകയും ഒപ്പുവെക്കാതിരിക്കുകയും ചെയ്തെങ്കിലും 800 കോടിയിലധികം രൂപയുടെ സർവശിക്ഷാ അഭിയാൻ ഫണ്ട് കേന്ദ്രം വിട്ടു നൽകാതിരുന്നതോടെ ഒടുവിൽ പദ്ധതി അംഗീകരിക്കാൻ നിർബന്ധിതരായി. കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. സംസ്ഥാന സർക്കാർ PM ശ്രീ പദ്ധതിയിൽ പങ്കാളിയാണ്. PM ശ്രീ പദ്ധതിയുടെ പ്രധാന അപകടങ്ങളും ദൂഷ്യവശങ്ങളും നമുക്ക് പരിശോധിക്കാം. ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുന്നതിലൂടെ ഭരണഘടനാപരമായ മതേതര മൂല്യങ്ങളെ തകർക്കാനും സംഘപരിവാർ പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമായി പാഠ്യപദ്ധതി തിരുത്തിയെഴുതാനും കേന്ദ്രം ശ്രമിക്കുന്നു. ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് വിദ്യാഭ്യാസം എന്നിരിക്കെ സ്കൂളുകളുടെ നടത്തിപ്പിലും പാഠ്യപദ്ധതിയിലും കേന്ദ്ര മന്ത്രാലയത്തിന് നേരിട്ട് നിയന്ത്രണം നൽകുന്ന കരാർ ഒപ്പിടാൻ നിർബന്ധിക്കുന്നത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. പദ്ധതിയുടെ വ്യവസ്ഥകൾ അനുസരിച്ച് സ്വകാര്യ, കാരുണ്യ, സന്നദ്ധ സംഘടനകൾക്ക് ഗ്രാമീണ സ്കൂൾ നിർമ്മാണത്തിലും നടത്തിപ്പിലും പങ്കാളികളാകാമെന്നത് സംഘപരിവാർ അജണ്ടയുടെ NGOകൾക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നുകയറാൻ വഴിയൊരുക്കും. 2027 മാർച്ച് വരെ മാത്രമാണ് കേന്ദ്ര ഫണ്ട് ലഭ്യമാകുന്നത് എന്നതിനാൽ അതിനുശേഷം സ്കൂളുകളുടെ നടത്തിപ്പും അടിസ്ഥാന സൗകര്യ പരിപാലനവും മുഴുവനായി സംസ്ഥാന സർക്കാരിൻ്റെ കടുത്ത സാമ്പത്തിക ബാധ്യതയായി മാറും. സർവശിക്ഷ പോലെയുള്ള മറ്റ് നിയമാനുസൃത വിദ്യാഭ്യാസ ഗ്രാന്റുകൾ PM ശ്രീ കരാറിൽ ഒപ്പുവെക്കാത്ത സംസ്ഥാനങ്ങൾക്ക് നിഷേധിച്ച് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കുന്നു.
പ്രതിപക്ഷത്തിരുന്ന സമയത്ത് PM ശ്രീ പദ്ധതിയെയും NEP 2020നെയും RSS അജണ്ടയെന്ന് വിളിച്ച് കടുപ്പിച്ച് എതിർത്ത കേരളത്തിലെ UDF മുന്നണി നല്ല കാര്യത്തിനല്ലല്ലോ, കേരളത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല, BJP CPM ബാന്ധവമാണ്. അധികാരത്തിലെത്തിയപ്പോൾ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് കടുത്ത രാഷ്ട്രീയ ഇരട്ടത്താപ്പാണ്. ഇപ്പൊ ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. സംസ്ഥാന സർക്കാർ PM ശ്രീ പദ്ധതിയിൽ പങ്കാളിയാണ്. സാമ്പത്തിക ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സംസ്ഥാനത്തിന്റെ മതേതര പൊതുവിദ്യാഭ്യാസ തനത് മാതൃകയും തത്വങ്ങളും പണയം വെക്കുന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചത്. മുൻ LDF സർക്കാർ ഒപ്പുവെച്ച കരാറായതിനാലാണ് മുന്നോട്ട് പോകുന്നത് എന്ന സർക്കാരിന്റെ വാദം വസ്തുതാ വിരുദ്ധമാണ്. കാരണം പദ്ധതിയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പിന്മാറാമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തന്നെ പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പദ്ധതി നടപ്പിലാക്കുമെന്ന നിലപാടിനെതിരെ UDFിലെ പ്രമുഖ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് പരസ്യമായി രംഗത്ത് വന്നത് മുന്നണിക്കുള്ളിലെ വൻ ആശയക്കുഴപ്പവും നയമില്ലായ്മയും തുറന്നു കാട്ടുന്നു. തമിഴ്നാടിനെ പോലെ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കാതെ സാമ്പത്തിക ലാഭം മാത്രം മുൻനിർത്തി സംഘപരിവാർ വിദ്യാഭ്യാസ അജണ്ടകൾക്ക് വഴങ്ങി U-ടേൺ എടുത്ത UDF സർക്കാരിന്റെ തീരുമാനം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.